ഭക്തിനിർഭരമായ കാത്തിരിപ്പിന് വിരാമം. ചരിത്രപ്രസിദ്ധമായ അരൂർ വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ ക്ഷേത്രത്തിൽ തിരുവോത്സവത്തിന് ഗന്ധർവസ്വാമിക്ക് പള്ളിക്കാപ്പ് ചാർത്തലോടുകൂടി ആരംഭം കുറിക്കുന്നു. 1201 ആണ്ടിലെ ഈ പുണ്യ മഹോത്സവം 2026 മാർച്ച് 4 മുതൽ 8 വരെ നടക്കുന്നു. 5 നാളുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ: ഗന്ധർവക്കളം, സർപ്പക്കളം, മഹാദീപാരാധന, മറിവിളക്കെഴുന്നള്ളിപ്പ്, പ്രൗഢഗംഭീരമായ 27ഓളം ഗരുഡ വാഹനം എഴുന്നള്ളിപ്പ്, വർണ്ണാഭമായ താലപ്പൊലി, അങ്ങനെ വിശേഷപ്പെട്ട ചടങ്ങുകളാൽ അരൂർ ഭക്തിസാന്ദ്രമാകും. കൂടാതെ മാർച്ച് 15-ന് ഐശ്വര്യദായകമായ 7ാം പൂജയും വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ സ്വാമിയുടെയും ശ്രീ ഭദ്രകാളി അമ്മയുടെയും അനുഗ്രഹം തേടി നമുക്കൊന്നിക്കാം. ഭക്തിയും കലയും ഒത്തുചേരുന്ന ഈ മഹാമഹത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൊട്ടുവള്ളിക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിന് ഹൈബീഡൻ എംപിയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച സ്കൂൾ ബസിന്റെയും അസംബ്ലി ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു. കോട്ടുവള്ളിക്കാട് ഹിന്ദു മതയോഗ ക്ഷേമസഭ എറണാകുളം MP ഹൈബി ഈഡന്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ചു നൽകിയ സ്കൂൾ ബസിന്റെയും സഭ പണിതീർത്ത അസംബ്ലി ഹാളിന്റെയും ഉദ്ഘാടനം 2026 മാർച്ച് 6-ാം തീയതി വൈകിട്ട് 4 മണിക്ക് അസംബ്ലി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം HMY സഭ സെക്രട്ടറി BK ഹർഷൻ സ്വാഗതം പറഞ്ഞു. സ്കൂൾ ബസിന്റെ ഉദ്ഘാടനം എറണാകുളം MP ഹൈബി ഈഡൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് കേരള മോഡൽ എന്ന് നമ്മൾ ഇന്ന് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മോഡൽ നമുക്ക് രൂപീകൃതമാക്കാൻ സാധിച്ചത്. ആ കേരള മോഡൽ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളുടെ മുമ്പിൽ നമ്മൾ ഉയർത്തി കാണിക്കുമ്പോൾ അത് സർക്കാരോ തദ്ദേശീയ സ്ഥാപനങ്ങളോ അല്ല, മറിച്ച് ഒരുപാട് സമൂഹങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ്. അതിനെല്ലാം അപ്പുറം 60 വർഷങ്ങൾക്കിപ്പുറം എയ്ഡഡ് സ്കൂളുകളും CBSE സ്കൂളുകളും ICSE സ്കൂളുകളും പ്രൈവറ്റ് ഇൻ്റർനാഷണൽ സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളുകളും എല്ലാം നമ്മുടെ സമൂഹത്തിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ഇത്രയും അധികം കുട്ടികൾ 2000 പല എയ്ഡഡ് സ്കൂളുകളിലും പോയാൽ, സർക്കാർ സ്കൂളുകളിലും പോയാൽ അവിടെ നിന്നെല്ലാം കുട്ടികൾ കൊഴിഞ്ഞുപോയി അൺഇക്കണോമിക്കലാകുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നും സഭയുടെ നേതൃത്വത്തിൽ നടത്തിയ ശക്തമായ പരിശ്രമങ്ങളാണ്. ഇവിടെ ഒരു സ്കൂൾ ബസ് ഞാൻ തന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഓടുന്ന എല്ലാ സ്കൂൾ ബസ്സുകളും സൗജന്യമായാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിനൊരു വലിയ മാതൃകയാണ്. HMY സഭ പ്രസിഡന്റ് PA മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR സൈജൻ നിർവഹിച്ചു. ചെട്ടിക്കാട് സെയിന്റ് ആന്റണി ഷൈൻ വികാരി റവറന്റ് ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ആശംസകൾ നേർന്നുകൊണ്ട് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS അനീഷ്, എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ MA നിത്യ ടീച്ചർ, പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അച്ചു രഞ്ജൻ, 3-ാം വാർഡ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ നിത്യ രാജീവ്, കോട്ടുവള്ളിക്കാട് HMY HSS PTA പ്രസിഡന്റ് UB ബിനു, പ്രിൻസിപ്പൽ KR ശ്രീജ, ഹെഡ് മിസ്ട്രസ് EN ബിന്ദു എന്നിവർ സംസാരിച്ചു. തുടർന്ന് കോട്ടുവള്ളിക്കാട് HMY HSS മാനേജർ MH ഹരീഷ് കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പറവൂർ.